വ്യൂവേഴ്സ്, എല്ലാവർക്കും എനാനെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പൂജ്യത്തിൽ നിന്നും ആരംഭം എന്ന നമ്മുടെ സ്റ്റിച്ചിങ് സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 8 ആണ്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ നെക്ക് എങ്ങനെ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ കൃത്യതയോടുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം എന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നെക്ക് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കണമെങ്കിൽ അതിന് ഏറ്റവും കൃത്യമായിട്ടുള്ള കട്ടിങ് ആവശ്യമാണ്. കട്ടിങ് കറക്റ്റ് ആയാൽ മാത്രമേ തയ്യലും പെർഫെക്റ്റ് ആകൂ. അപ്പോൾ ആ പെർഫെക്റ്റ് കട്ടിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും, പ്രധാനമായും നെക്കിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്നും, ഡീപ്പ് നെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുണി മടക്കിയിടുന്ന രീതി. നമ്മൾ തുണി മടക്കിയിടുമ്പോഴത്തേക്കും ഫോൾഡ് ആയിട്ടുള്ള ഏരിയ എപ്പോഴും നമ്മുടെ ഭാഗത്തായിരിക്കണം. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുമായിരിക്കണം കിടക്കേണ്ടത്. ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് തെറ്റ് പറ്റിയേക്കാവുന്ന ഒരു ഏരിയ കൂടെയാണ് ഇത്. കാരണം അവർ കട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗമാണ് എന്നൊന്നും ശ്രദ്ധിക്കാതെ നെക്ക് കട്ട് ചെയ്ത് കളയും. അപ്പോൾ പിന്നെ ആ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് രണ്ടും രണ്ട് പാർട്ടായിട്ട് കൈ കിട്ടും. മനസ്സിലായോ? അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ തുണി മടക്കി ഇടുമ്പോഴത്തേക്കും ഏത് ഭാഗമാണ് എന്ന് കൺഫേം ചെയ്തിട്ട് ഇടാൻ പറയുന്നത്. ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെക്ക് വരയ്ക്കുമ്പോൾ ചരിവ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നെക്ക് വരയ്ക്കുകയാണ്, നെക്ക് ലൈൻ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് നെക്ക് വേണ്ടതെന്ന് നമ്മൾ മാർജിൻ ചെയ്യും അല്ലേ. ഇപ്പം ഞാനിവിടെ ഒരു 4 ഇഞ്ച് മാർജിൻ ചെയ്യുകയാണ്. 4 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ താഴേക്ക് ലെങ്ത്, അതായത് കഴുത്തിന് ഇറക്കം എത്ര വേണമെന്ന് നമ്മൾ അടയാളപ്പെടുത്തും. അങ്ങനെ അടയാളപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗം ചരിയാതെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരണം. ഇവിടെ ഞാൻ കഴുത്തിന് 4 ഇഞ്ചാണ് വീതി കൊടുത്തത്. ഞാൻ താഴേക്ക് ലെങ്ത് വരച്ചതിന് ശേഷം താഴേക്കും ആ വീതി തന്നെയാണോ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ വീതിയല്ല കിട്ടുന്നത്. ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 4.5 ഇഞ്ചാണ് എനിക്കവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ വരച്ചു കൊടുത്ത ഈ ലെങ്ത് എന്താണ്? തെറ്റാണ്, ചരിഞ്ഞാണ് ഞാൻ വരച്ചു കൊടുത്തത്. അപ്പം അങ്ങനെ ചരിവ് വരാതെ കൃത്യമായിട്ടുള്ള അളവിൽ വേണം നമ്മൾ ഈ നെക്ക് ലൈന്, അതായത് നെക്ക് ലൈൻ വരയ്ക്കാനുള്ള ബോക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പം അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേളിൽ കൊടുത്ത അതേ 4 ഇഞ്ച് താഴെ ഒരു ലെങ്തിന് ഏകദേശം നമ്മളൊരു കാൽക്കുലേഷൻ കാണുമല്ലോ ഇവിടം വരെ വേണമെന്ന്. അപ്പോൾ ആ ഒരു ഏരിയയിലും ആ 4 ഇഞ്ച് അതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു ചരിവും കൂടാതെ നമുക്ക് നല്ലൊരു നെക്കിൻ്റെ ബോക്സ് വരച്ചെടുക്കാൻ പറ്റും. ഈ നെക്ക് ബോക്സ് വരച്ചതിന് ശേഷമാണ് ഏത് നെക്കാണ് വേണ്ടതെന്ന് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് വിടുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാത്തിനും തയ്യൽ തുമ്പ് വിടാറുണ്ട്. പക്ഷേ നെക്ക് വരയ്ക്കുമ്പോഴും നമുക്ക് ഇതുപോലെ തയ്യൽ തുമ്പ് വിട്ടിരിക്കണം. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നെക്ക് വരയ്ക്കുന്നതിന് മുമ്പ്, അതായത് നെക്കിന് മെഷർമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 1/2 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ സ്ട്രെയിറ്റ് ലൈൻ തൊട്ട് താഴേക്ക് നമുക്ക് നെക്കിന് അളവ് കൊടുക്കാം. അതല്ലെങ്കിൽ നെക്കിന് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ താഴേക്ക് നമ്മൾ ലെങ്ത് 5 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ തയ്യൽ തുമ്പോട് കൂടി 5.5 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നെക്ക് 5 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നെക്ക് വരയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം അളവെടുക്കുക, അതല്ലെങ്കിൽ തയ്യൽ തുമ്പോട് കൂടി നെക്കിന് അളവെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ ടിപ്പെന്ന് പറയുന്നത് ബോൾ പിൻ യൂസിങ് ആണ്. ഇതെന്ന് പറയുന്നത് തുടക്കക്കാർക്ക് നമ്മൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണി കൃത്യമായിട്ട് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഒന്നാണ്. കാരണം ഷിഫോണോ ക്രേപ്പ് മെറ്റീരിയലോ അങ്ങനെയുള്ള ഏതെങ്കിലും മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെട്ടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബോൾ സ്പിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യതയോടുകൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് കാൽക്കുലേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇതാണ് ബോഡി മെഷർമെൻറ്റ് എടുക്കാതെ നമ്മൾ നോർമലായിട്ട് തയ്ക്കുന്ന സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റ് വെച്ചായിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് ഐറ്റംസ് മേടിക്കുമ്പോഴത്തേക്കും അവർ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിൽ സ്മോൾ സൈസ്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഇത്രയും സൈസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമായ നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ഡെപ്ത്ത്, അതായത് ഫ്രണ്ട് നെക്കിന് എത്രത്തോളം ഇറക്കം വേണം, ബാക്ക് നെക്കിന് എത്രത്തോളം ഇറക്കം വേണം എന്നുള്ള 3 കാൽക്കുലേഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇത് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിച്ചാലും നമുക്ക് തുടർന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോസ് ലെങ്തായി പോകും. അപ്പം ഞാൻ അതുകൊണ്ട് ഇത് അങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോഡിയിൽ നിന്നും എടുക്കുന്ന അളവ് വെച്ച് നമുക്ക് എങ്ങനെ നെക്കിൻ്റെ കാൽക്കുലേഷൻ എടുക്കാം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെസ്റ്റ് അളവാണ്. നമ്മൾ ഏത് കാൽക്കുലേഷൻ എടുത്താലും ചെസ്റ്റ് അളവ് വെച്ചാണ് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ചെസ്റ്റിൻ്റെ അളവ് കൃത്യമായി എടുത്ത് അതിനെ അടിസ്ഥാനമാക്കി നെക്കിൻ്റെ വീതി കണക്കാക്കുന്ന ശാസ്ത്രീയമായ രീതിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്ത് ലൂസാവുകയോ ഷോൾഡർ നമ്മുടെ ബോഡി പാർട്ടിൽ നിന്ന് താഴേക്ക് വഴുതി വീഴുകയോ ചെയ്യുകയില്ല. അപ്പോൾ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു ഇക്വേഷനാണ് നെക്ക് വിഡ്ത്ത് ഈക്വൽ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അതായത് നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ നെക്കിന് വിഡ്ത്തായിട്ട് എടുക്കേണ്ടത്. ഇപ്പം 32 അളവുള്ള ചെസ്റ്റ് ആണെങ്കിൽ 12 വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2.66. അപ്പോൾ 2.66 കിട്ടുവാണെങ്കിൽ നമ്മളത് റൗണ്ടപ്പ് ചെയ്ത് 2.5 ആക്കും. 2.5 ഇഞ്ചായിട്ട് നമ്മളതിനെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി 36 ചെസ്റ്റ് അളവുള്ള ഒരാൾക്കാണെങ്കിൽ 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് നമ്മൾ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതിൽ ഒരു മാറ്റം വരുത്തേണ്ട. 3 ഇഞ്ചായിട്ട് നമുക്കത് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഇനി 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് എത്രയാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നതെന്ന് നോക്കാം. 40നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3.33 ആണ്. അപ്പോൾ നമ്മൾ അത് റൗണ്ടപ്പ് ചെയ്ത് എന്ത് ചെയ്യും? 3.25, അതായത് 3.25 ഇഞ്ചായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പൂർണ്ണ സംഖ്യ കിട്ടുന്നത് പോലെ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നെക്ക് വിഡ്ത്ത് കിട്ടും. ഇതാണ് നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്കിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. അതായത് കഴുത്തിന് എത്ര ഇറക്കം വെക്കണം എന്നുള്ളത്. സാധാരണ നമ്മൾ അങ്ങനെ നോക്കാറില്ല, കാരണം കസ്റ്റമറിൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കും നമ്മൾ വെച്ച് കൊടുക്കുക. പക്ഷേ അതല്ലാതെ ഇപ്പം കസ്റ്റമർ പറയാണ് എൻ്റെ ശരീരത്തിന് സൂട്ടാവുന്ന രീതിയിൽ ഇറക്കം വെച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നെക്ക് ഡെപ്ത്ത് കാൽക്കുലേഷൻ വെച്ചായിരിക്കും നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു 0.25, അതായത് 1/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീപ്പ് നെക്കിൻ്റെ കാൽക്കുലേഷനാണ്. പക്ഷേ ആ വീഡിയോ കുറച്ച് ലെങ്തുമാണ്. നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയമെടുത്തത് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.